അതും സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. 8,000-ഓളം വരുന്ന ആളുകളാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി വയനാട് ജില്ലയിലെ വിവിധ സ്കൂളുകളിലും അതുപോലെ തന്നെ വിവിധ ഹാളുകളിലുമൊക്കെയായി 8,000-ഓളം വരുന്ന ആളുകളാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. വലിയൊരു മഹാദുരന്തം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് വാക്കുകൾ കിട്ടാത്ത തരത്തിൽ ഇതിനെ ഏത് തരത്തിൽ ഈ ദുരന്ത ഭൂമിയെ വിശേഷിപ്പിക്കണമെന്ന് നമുക്ക് അറിയില്ല. അങ്ങനെയുള്ളൊരു വലിയ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിനെ മനുഷ്യസാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തി നേരിടുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പലയിടങ്ങളിൽ നിന്നായി ദുരിതാശ്വാസ പ്രവർത്തകർ അവർ ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഈ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൈമെയ് മറന്നുകൊണ്ട് ഇനി നമുക്ക് അവർക്ക് നൽകാനുള്ളത് അത് മാത്രമാണെന്നുള്ള ബോധ്യം ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും തങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള അർപ്പണ മനോഭാവത്തോടെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില കാഴ്ചകളിലേക്കാണ് നമ്മുടെ ക്യാമറ കണ്ണുകൾ ഇപ്പോൾ പോകുന്നത്. എൽദോ, ഈ ക്യാമ്പിൽ മാത്രമായി 300-ഓളം വരുന്ന ആളുകളെ താമസിപ്പിച്ചിട്ടുണ്ട്. അവർക്കുള്ള ഭക്ഷണ സാധനങ്ങളാണ് ഇപ്പോൾ എത്തിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് തരം തിരിച്ച് മറ്റ് സ്കൂളുകളിലേക്കും അതുപോലെ തന്നെ മറ്റു ഹാളുകളിലേക്കുമൊക്കെ എത്തിക്കാനുള്ള നടപടികളും ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കൂടുതൽ നേതാക്കൾ വയനാട്ടിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ്. നേരത്തെ എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി അല്പസമയത്തിനകം സുൽത്താൻ ബത്തേരിയിലെ സെന്റ് മേരീസ് കോളേജ് ഗ്രൌണ്ടിലെ ഹെലിപ്പാഡിൽ അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം എത്തിച്ചേരും. അതിനുശേഷം അദ്ദേഹം റോഡ് മാർഗം കൽപ്പറ്റയിൽ കലക്ടറേറ്റിൽ നടക്കുന്ന ഉദ്യോഗസ്ഥതല കോൺഫറൻസിലും അതുപോലെ തന്നെ സർവകക്ഷി യോഗത്തിലും പങ്കെടുക്കും. അതോടൊപ്പം രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ കണ്ണൂരിൽ നിന്നും പുറപ്പെടുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാഹുൽ ഗാന്ധി കൂടി ഇവിടെ എത്തുന്നതോടുകൂടി കൂടുതൽ രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രിയും എത്തുന്നതോടുകൂടി രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഒന്നുകൂടി വേഗമുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഏകോപിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ അത് എത്രത്തോളം സഹായകരമാകുമോ അത്രത്തോളം ആളുകൾക്ക് സഹായകരമാകുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. ഏതായാലും ഇപ്പോഴും നമ്മൾ അല്പം മുമ്പ് അനുമോദ് റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇപ്പോഴും അവിടെ നിന്നും മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നുണ്ട്. പക്ഷെ ആ കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ അതിൽ ഒരിടത്തു പോലും ഒരു ജീവന്റെ തുടിപ്പ് ഇപ്പോൾ അവശേഷിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. ഇപ്പോൾ നമ്മുടെ കണക്കുകൾ പ്രകാരം മരണസംഖ്യ 300-ലേക്ക് അടുക്കുന്നുണ്ട്. പക്ഷേ മരണസംഖ്യ 300-ലേക്ക് അടുക്കുമ്പോഴും 1000-നും 1500-നും ഇടയിലുള്ള ആളുകളെ കാണാനില്ലെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അതിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു ചോദ്യത്തിന് ആരെങ്കിലും ക്യാമ്പുകളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതൊരു ജീവന്റെ തുടിപ്പായി നമുക്ക് കരുതാനാകൂ. മണ്ണിനടിയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ അവിടെ പല സ്ഥലങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്ന ഒരാൾ പോലും ഇനി ജീവിച്ചിരിക്കാനുള്ള സാധ്യതയില്ല. നമുക്ക് അതങ്ങനെ പറയുമ്പോൾ വലിയ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതങ്ങനെ പറയാതിരിക്കാൻ തരമില്ല. ഇപ്പോൾ ഈ ക്യാമ്പംഗങ്ങൾക്ക് ഭക്ഷണം ഒക്കെ വിതരണം ചെയ്യുന്ന ഒരു ഹാളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിൽ വളരെ വിശാലമായ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിലമ്പൂരിൽ നിന്നും കൊണ്ടുവന്ന മൃതദേഹങ്ങൾ, മലപ്പുറം ജില്ലയിൽ ചാലിയാർ പുഴയിൽ നിന്നും ലഭിച്ച മൃതദേഹങ്ങൾ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുന്നതും ഇവിടെ തൊട്ടപ്പുറത്തുള്ള ഒരു ഹാളിലാണ്. അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ബന്ധുക്കളുടെ ഒരു വലിയ ഒഴുക്ക് ഈ ഭാഗത്തേക്ക് ഇപ്പോഴും ഉണ്ട്. അവർ തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും തേടി വീണ്ടും വീണ്ടും പല സ്ഥലങ്ങളിലും അന്വേഷിച്ച് മേപ്പാടി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഈ മുണ്ടക്കൈ ഭാഗത്തു നിന്നും ചൂരൽമല ഭാഗത്തു നിന്നും കണ്ടെടുത്ത മൃതദേഹങ്ങളാണ്. അവിടെ പരിശോധിച്ച് അതിനുശേഷം ഈ ചാലിയാർ പുഴയിൽ നിന്നും ലഭിച്ച മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഈ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് മുറികളിലെ ഫ്രീസറുകളിൽ വന്ന് അവിടെയും പരിശോധന അവർക്ക് നടത്താനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിശോധനയ്ക്കുള്ള സൗകര്യങ്ങളും ഈ സ്കൂളിൽ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ